നമസ്കാരം. പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസ് അന്വേഷിക്കാൻ UDF സർക്കാർ പ്രത്യേക സംഘത്തെ പ്രഖ്യാപിച്ചതോടെ കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്കാണ്. രാഷ്ട്രീയ അക്രമങ്ങളിലെ കൊടും കുറ്റവാളികളെയും സിനിമയിലെയും പൊതുരംഗത്തെയും വമ്പന്മാരെയും അഴിക്കുള്ളിലാക്കി ഭയമില്ലാത്ത അന്വേഷണ മികവ് തെളിയിച്ച കേരള പോലീസിലെ രണ്ട് സംഘങ്ങൾ ഒടുവിൽ ഒരേ ദൗത്യത്തിനായി കൈകോർക്കുകയാണ്. പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ നവകേരള സദസ്സിനിടയിലെ രക്ഷാപ്രവർത്തനം അന്വേഷിക്കാൻ VD സതീശൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചപ്പോൾ അതിൽ പിറന്നത് അത്യപൂർവമായ ഒരു മാസ് കോംബോയാണ്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലി നേതൃത്വം നൽകുന്ന 6 അംഗ സംഘത്തിൽ നടിയെ ആക്രമിച്ച കേസ് അന്വേഷിച്ച DYSP ബൈജു പൗലോസാണ് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിയെയും സംഘത്തെയും ജയിലിലാക്കിയ ഷൗക്കത്ത് അലിയും നടൻ ദിലീപിനെ റിമാൻഡിലാക്കിയ ബൈജു പൗലോസും ഒരുമിക്കുമ്പോൾ ലക്ഷ്യം ഒന്നു മാത്രമാണ്: ഭരണകൂട തണലിൽ അക്രമം കാട്ടി രക്ഷപ്പെടാൻ നോക്കിയ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. CPMനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ചതിൻ്റെ പേരിൽ AP ഷൗക്കത്ത് അലിക്ക് വലിയ പ്രതികാര നടപടികൾ നേരിടേണ്ടി വന്നിരുന്നു. അദ്ദേഹത്തിന് IPS പദവി കൺഫർ ചെയ്യുന്നത് തടയാൻ ഉന്നത തലങ്ങളിൽ കടുത്ത ഗൂഢാലോചനകൾ നടന്നു. NIA-യിൽ ഉൾപ്പെടെ മികവ് തെളിയിച്ചിട്ടും 2021 IPS ലഭിച്ച ശേഷം അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയുള്ള നിർണായക തസ്തികകളൊന്നും നൽകാൻ കഴിഞ്ഞ പിണറായി സർക്കാർ തയ്യാറായിരുന്നില്ല. തലശ്ശേരി DYSP ആയിരുന്ന സമയത്താണ് TP കേസ് അന്വേഷിച്ച സംഘത്തിൽ ഷൗക്കത്ത് അലി ഇടം പിടിക്കുന്നത്. കൊടിസുനി, ഷാഫി, കിർമാണി മനോജ് എന്നീ ക്രിമിനലുകളെയും CPM നേതാക്കളായ PK കുഞ്ഞനന്ദനെയും വിജയകരമായി അകത്താക്കിയത് ഇദ്ദേഹമാണ്. കേസിന്റെ സൂത്രധാരനെന്ന ആരോപണമുയർന്ന അന്നത്തെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ നടു റോഡിൽ കാർ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തതും വലിയ വാർത്തയായിരുന്നു. TP കേസിലെ കൊലയാളികളെ മുടക്കോഴി മലയിൽ നിന്നും അതിസാഹസികമായി പിടിച്ച ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. പാർട്ടി ഗ്രാമം കടന്ന് മുടക്കോഴി മലയിൽ നിന്നും പ്രതികളെ പൊക്കിയപ്പോൾ അന്ന് CPM അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അങ്ങനെ CPMനെ എല്ലാ അർത്ഥത്തിലും വിറപ്പിച്ച ഉദ്യോഗസ്ഥൻ. CPMന്റെ കണ്ണിലെ കരടായ SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ തന്നെ നിയോഗിച്ചതിലൂടെ സതീശൻ നൽകുന്നതും കൃത്യമായ സന്ദേശമാണ്. 1995 ഒന്നാം റാങ്കോടെ കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി കരിയർ ആരംഭിച്ച ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണ മികവിനുള്ള പുരസ്കാരം നേടിയ മിടുക്കനായ ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. NIA-യുടെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തുടർച്ചയായ അവഗണനകൾക്കൊടുവിൽ ഒരുതരം ഒതുക്കൽ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയി നിയമിക്കുന്നത്. എന്നാൽ കാലം അവിടെ കാത്തുവെച്ചത് മറ്റൊരു നിയോഗമായിരുന്നു. അന്ന് പിണറായി വിജയൻ പരസ്യമായി ന്യായീകരിക്കുകയും ജില്ലാ ക്രൈംബ്രാഞ്ച് തെളിവില്ല എന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കുകയും ചെയ്ത രക്ഷാപ്രവർത്തന കേസ് പുനരന്വേഷിക്കാൻ VD സതീശൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയ ഷൗക്കത്ത് അലിയേക്കാൾ മികച്ചൊരു ഓപ്ഷൻ സർക്കാരിന് മുന്നിലുണ്ടായിരുന്നില്ല. തന്നെ പൂട്ടാൻ നോക്കിയവരുടെ വിശ്വസ്തരെ അഴിക്കുള്ളിലാക്കാനുള്ള ചുമതലയാണ് ഇപ്പോൾ ഷൗക്കത്ത് അലിക്ക് വന്നെത്തിയിരിക്കുന്നത്. മലയാള സിനിമയിലെ പ്രബലനായ നടൻ ദിലീപിനെ പ്രതിക്കൂട്ടിലാക്കിയ നടിയെ ആക്രമിച്ച കേസ് സിനിമാറ്റിക് ട്വിസ്റ്റുകളിലൂടെ അന്വേഷിച്ച് വിജയിപ്പിച്ച ഉദ്യോഗസ്ഥനാണ് DYSP ബൈജു പൗലോസ്. കേസ് അന്വേഷണത്തിന്റെ പേരിൽ നിരവധി കള്ളക്കേസുകളും പ്രതിസന്ധികളും നേരിട്ട അദ്ദേഹത്തെയും കഴിഞ്ഞ സർക്കാർ ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റി എറണാകുളം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയിരുന്നു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഇത്തരം കേസുകളിൽ അന്വേഷണ ചുമതല ഏൽപ്പിക്കാമെന്ന നിയമസാധ്യത മുന്നിൽ കണ്ടാണ് പുതിയ സർക്കാർ ബൈജു പൗലോസിന് ഈ കേസിന്റെ നേരിട്ടുള്ള അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. ഷൗക്കത്ത് അലിയുടെ ശക്തമായ മേൽനോട്ടവും ബൈജു പൗലോസിന്റെ സൂക്ഷ്മമായ അന്വേഷണ മികവും ഒന്നുചേരുമ്പോൾ പ്രതികൾക്ക് രക്ഷപ്പെടുക എന്നത് അസാധ്യമാകും. 2024 ഡിസംബറിൽ നവകേരള സദസ്സിന്റെ ബസ് കടന്നു പോകുമ്പോൾ കരിങ്കൊടി കാണിച്ച അന്നത്തെ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയാണ് പിണറായിയുടെ ഗൺമാൻ അനിലും സുരക്ഷാ ജീവനക്കാരൻ സന്ദീപും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതും ചോരയൊലിപ്പിച്ചു നിർത്തിയതും. അന്ന് ആ മർദ്ദനത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരളം ഇന്നും മറന്നിട്ടില്ല. എന്നാൽ അന്ന് ചോരയൊലിപ്പിച്ചു നിന്ന AD തോമസ് ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച് MLA ആയി. മർദ്ദനമേറ്റ ഇര നിയമസഭയിലെ ഭരണപക്ഷത്തെ പ്രമുഖ മുഖമായി മാറിയപ്പോൾ മർദ്ദിച്ചവർക്ക് സംരക്ഷണം നൽകിയ പഴയ ഭരണകൂടം ഇല്ലാതായി. 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DGP പുതിയ പ്രത്യേക സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പോലീസിലെ വിട്ടുവീഴ്ചയില്ലാത്ത 2 പുലികൾ ഒന്നിച്ച് കേസ് ഡയറിയുമായി ഇറങ്ങുമ്പോൾ പഴയ രക്ഷാപ്രവർത്തനം ഭരണകൂട ഭീകരതയുടെ നേർസാക്ഷ്യമായി കോടതിക്ക് മുന്നിലെത്തുമെന്ന് ഉറപ്പാണ്. രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ കാവ്യനീതിയുടെ പോരാട്ടത്തിന് കൂടിയാണ് ആലപ്പുഴ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്.